ഹായ് ഷെറിൻ ചേച്ചി, സുഖമായിട്ടിരിക്കുകയല്ലേ? ഒത്തിരി നാളായി ഞാൻ ചേച്ചിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. ഞാനൊരു 1 ഇയറിന് മുമ്പാണ് ചേച്ചിയുടെ കീഴിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നൊരു. ഓൺലി 3 മന്ത്സാണ് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ചേച്ചിക്ക് അറിയാം. ചെസ്റ്റ് ഇഷ്യൂ ആയി. ഹെവി വർക്ക്ഔട്ട്സും കാർഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഫുൾ റെസ്റ്റും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറ്റ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഞാനൊരു അറൗണ്ട് ഒരു 5 to 6 kg ആ ടൈമിൽ കുറച്ചായിരുന്നു. 80 ആയിരുന്നു, 80 ഒരു 75-76 റേഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ നിർത്തി, ഫോളോ ചെയ്യാതെ ആയി. പിന്നെയും പിന്നെ ഇപ്പോൾ വീണ്ടും റീസെൻ്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ചേച്ചിയുടെ കീഴിലല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ എൻ്റെ മോട്ടിവേഷൻ ചേച്ചിയാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് സാധിക്കും. ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ട് സി സെക്ഷൻ കഴിഞ്ഞും നോർമൽ ഡെലിവറി ആയിട്ടുള്ളവർക്കാണെങ്കിൽ എല്ലാവർക്കും ഈ ഡയസ്ട്രക്റ്റയുടെ പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു അറൗണ്ട് ഒരു 3 ഫിംഗേഴ്സ് ഗ്യാപ്പ് ഉണ്ടായി. ചേച്ചിയുടെ അടുത്ത് ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ 2 ഫിംഗേഴ്സ് 3 എന്നുള്ളത് ഏതാണ്ട് 1 ഫിംഗർ ഗ്യാപ്പിലേക്ക് പോയായിരുന്നു. പിന്നെ അത് ചെയ്യാതെയാണ് പിന്നെ എനിക്ക് വീണ്ടും പ്രോബ്ലം ആയത്. ഇപ്പോൾ പിന്നെയും ഞാനത് ആപ്സ് വർക്കൗട്ട് ചേച്ചി തന്നതും പിന്നെ ഇവർ ടീം പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ ഞാൻ വർക്കൗട്ട്സ് ഷിഫ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കാരണം ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നുമേ അല്ല തോന്നുന്നു. കാരണം ഇപ്പോൾ ഞാൻ ഉള്ളത് ജർമ്മനിയിലാണ്. ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല. പ്രത്യേകിച്ച് മദേഴ്സായിട്ട് ഇവിടെ താമസിക്കുന്ന ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. അവർ വിട്ട്, ഹസ്ബൻഡ് വിട്ട് നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് ജീവിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ആ ടൈമിൽ അതിന് ശേഷം ഒരു ചേച്ചിയുടെ ജേർണലിൽ ജോയിൻ ചെയ്യാതെയും അതിനുശേഷവും ഞാൻ ചേച്ചിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ട്രെസ്സ് വരുമ്പോൾ, എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ചേച്ചിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സ്വന്തം ഒരു ചേച്ചിയോട് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം അതൊക്കെ ഓക്കെ ആകൂടാ, അതൊക്കെ ശരിയാവും, നിന്നെക്കൊണ്ട് പറ്റും, നീ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഓക്കേടാ കുഴപ്പമില്ല, ഒക്കെ ശരിയാവും എന്ന് നമ്മുടെ പേരൻസിനെ പോലെ, നമ്മുടെ ലൈഫ് പാർട്ട്ണറെ പോലെ നമുക്കൊരു സുഹൃത്തായിട്ട് നിന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഒരു സുഹൃത്ത് പോലെ ഒരു ഗൈഡൻസ് ആയിട്ട് ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പോഴും ഞാൻ ചേച്ചിയുടെ പേജ് ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചേച്ചി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന മെത്തേഡ്സൊന്നും അല്ല ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം കാരണം എനിക്ക് ചെസ് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ചെറുതായിട്ട്. കാരണം കഞ്ചഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ചേച്ചി പറഞ്ഞു തന്ന കുറച്ച് ടെക്നിക്സ് ഞാൻ യൂസ് ചെയ്ത്, അതുപോലെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അത് യൂസ് ചെയ്ത ശേഷം എനിക്കൊത്തിരി ഡിഫറൻസ് ആയി. ഇപ്പം ഞാൻ ആ വേ അല്ല ഞാൻ പോകുന്നത്. ഇവിടെ വേറൊരു ട്രെയിനറെ ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കീഴിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ചേച്ചിയുടെ താങ്ക്സ് പറയാനുള്ളത് എന്താ വെച്ചാൽ, എപ്പോൾ മെസ്സേജ് അയച്ചാലും ഇൻ കോൺടാക്ട് ചേച്ചി എപ്പോഴും ഉണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞ എന്നെ മാറ്റരുത്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചേച്ചിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ആൾ അവൈലബിൾ ഉണ്ടാവണോട്ടോ ചേച്ചി. ഇത് ഞാൻ മേ ബി ഒരു 1 ഇയർ മുമ്പായിരിക്കും ഞാൻ വിട്ട് പോരുന്ന സമയത്ത്. അതിനുശേഷവും ഞാൻ ചേച്ചിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷം. ഇപ്പോൾ വീണ്ടും ഓരോ കാര്യങ്ങളിലേക്ക് ചേച്ചി ഒരുപാട് ഡിഫറൻസ് ആയി. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോഴത്തെ ചേച്ചി നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് അതിൻ്റെ ഇടയ്ക്ക് ഫേസ് ചെയ്തു. ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി. പക്ഷേ നല്ലൊരു എനിക്ക് പറയാനുള്ള വെച്ചാൽ നല്ലൊരു മോട്ടിവേറ്ററാണ് ഷെറിൻ ചേച്ചി. എന്താ പറയുക, നമുക്ക് ചേച്ചിയോടെന്ന പോലെ, ഞാൻ ചേച്ചി എന്നാണ് എപ്പോഴും വിളിച്ചു തുടങ്ങിയപ്പോൾ സംസാരിക്കുന്നത്. കാരണം എനിക്ക് ചേച്ചി പോലെ തന്നെയാണ്. എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിക്കാനും സംസാരിക്കാനും അഭിപ്രായങ്ങൾ ചോദിക്കാനും നമ്മളെ ഗൈഡ് ചെയ്യാനും. ഇപ്പോൾ നമ്മളൊരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ചോദിച്ചാൽ എന്തെങ്കിലും തിരിച്ച് പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, ഒരുപാട് സാധനങ്ങൾ മേടിക്കാതെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും കൂടെ ഇവിടെ എന്നെ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡയറ്റ് ഫോളോ ചെയ്ത് വരാനായിട്ട്. അപ്പം ഒരുപാട് സന്തോഷം ചേച്ചി. ഞാനിപ്പോൾ ഓക്കെ ആയിട്ടിരിക്കണം. എൻ്റെ ഹെൽത്തൊക്കെ ഒരുപാട് ബെറ്ററായി. വിൻ്ററിൽ കുറച്ച് ഇഷ്യൂ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. സമ്മർ ആയതുകൊണ്ട് കുറച്ച് ബെറ്ററായി. പിന്നെ ചെസ്റ്റും ഒരുപാട് വ്യത്യാസമായി. കാരണം എനിക്ക് തന്നെ അറിയാം, സംസാരിക്കുമ്പോൾ ചേച്ചിക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ അണക്കിയായിരുന്നു 2 വാക്ക് സംസാരിക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഒക്കെ ഒത്തിരി വ്യത്യാസമൊന്നും. എനിക്ക് ചേച്ചിയെ പറ്റി ഒരു കുറ്റവും പറയാനില്ല. ഞാൻ ഹാപ്പി ആയിരുന്നു ചേച്ചിയുടെ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ എനിക്ക് പ്രോബ്ലംസ് വന്നതിന് ശേഷമാണ് ഞാൻ ചേച്ചിയുടെ ഇതിനകത്ത് നിന്ന് ക്വിറ്റ് ചെയ്തത്. അതിനുശേഷം ഇവിടെ ഒരു ടീമിൻ്റെ കീഴിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങളും അറിയാം.
അതനുസരിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നത്.